നമസ്കാരം. ഇന്നത്തെ അപരാധങ്ങളിലേക്ക് സ്വാഗതം. ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ വാർത്തകളിലേക്ക് സ്വാഗതം എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നടക്കുന്നത് മൊത്തം അപരാധങ്ങളാണ്. കാലം 2024 അപ്പോൾ എന്നിട്ടും ഈ വർണ്ണവിവേചനവും അതുപോലെ ബോഡി ഷേമിംഗ് ഒക്കെ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്നും നേരം വെളുക്കാത്ത ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മുടെ ലോകത്തുണ്ട്. അത് വിദ്യാഭ്യാസം ഇല്ലാത്തവരെക്കാൾ കൂടുതൽ സമൂഹത്തിൽ അത്യാവശ്യം നിലയും വിലയും ഉള്ള ആൾക്കാരൊക്കെയാണ് ഇതിന് കൂടുതൽ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് അല്ല അവർ വിചാരിക്കുന്നത് നമ്മൾ എന്തോ വെളുത്തത് കൊണ്ട് ഭയങ്കര എന്തോ സംഭവമാണ്, അല്ലെ നമ്മളാണ് ഇവിടുത്തെ രാജാക്കന്മാർ എന്നുള്ളതൊക്കെ. നമ്മുടെ ലോകത്ത് എല്ലാവരും രാജാക്കന്മാരാണ്. അതിപ്പോൾ വെളുത്തത് കൊണ്ടോ കറുത്തത് കൊണ്ടോ രാജാക്കന്മാരാവും, അല്ലെങ്കിൽ ഇത് കറുത്ത കൊണ്ട് അടിമയാവും, ഇതൊന്നുമില്ല. അതൊക്കെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായ ഒരു സമ്പ്രദായങ്ങളാണ്. അപ്പോൾ അതൊക്കെ തുടച്ച് നീക്കിയിട്ടാണ് നമ്മൾ ഇന്നീ നിലയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മണിച്ചേട്ടൻ്റെ സഹോദരനും ആറന്മുളയിലെ നല്ലൊരു കലാകാരനായിട്ടുള്ള രാമകൃഷ്ണൻ ചേട്ടൻ്റെ പേരിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ള സ്ത്രീ എനിക്കറിയില്ല. കാരണം ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷമാണ് പുള്ളിക്കാരെ ഞാൻ അറിയുന്നത്. നിങ്ങളിൽ പലർക്കും അങ്ങനെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം, മോഹിനിയാട്ടം എന്ന് പറയുന്നത് മോഹിനിയാണ് ആടുന്നത്, മോഹനല്ല എന്നൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് എന്താ പറയുക, കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ഈ കൃഷ്ണൻ മോഹിനി വേഷത്തിൽ വന്നിട്ടാടുന്നതിനെയാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത് എന്നാണ്. എനിക്കറിയില്ല, അറിയുന്നവരാരും കിട്ടുമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കറുത്തത് കൊണ്ട് അങ്ങേരോട് മാറി നിൽക്കാൻ, അദ്ദേഹത്തോട് മാറി നിൽക്കാനും, അതുപോലെ വെളുത്തിട്ട് സുന്ദരന്മാരായ പയ്യന്മാരുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ കറുത്ത പെൺകുട്ടികളോട് പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ മത്സരങ്ങൾക്ക് പങ്കെടുക്കരുത്, പഠിച്ച കുഴപ്പമില്ല, മത്സരങ്ങൾക്ക് പങ്കെടുക്കരുത്. അപ്പോൾ വിഷയം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ഒന്ന് സൈഡിൽ പ്ലേ ചെയ്യാം. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തും. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കേടെ നിറം, കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറം. കാക്കയുടെ നിറം എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന തള്ളയാണെങ്കിൽ പഠിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അവരുടെ ഈ ഒരു സ്ഥാനത്തിന് മറ്റൊന്നും വിളിക്കാൻ തോന്നുന്നില്ല. തള്ളാന്ന് വിളിക്കുന്നത് അത്രയ്ക്ക് മോശമല്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മളൊക്കെ ഈ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാർ ബോർഡിൽ എഴുതി തരാറുണ്ട്, ആ സാധനം ബ്ലാക്കാണ്, അതിൽ വെള്ള ചേരുമ്പോഴേ നമുക്ക് അറിവുകളും അല്ല മറ്റെന്തെന്നാണെങ്കിലും നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ കറുപ്പ് എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട സാധനമല്ല, നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നത് തന്നെ കറുപ്പ് ക്യാമറയും അതുപോലെ തന്നെ വെള്ള ലൈറ്റും വെച്ചിട്ടാണ്. ഈ വെള്ള ലൈറ്റ് മാത്രം ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ കാര്യമില്ല, ആ കറുത്ത ക്യാമറയും കൂടി ആവശ്യമുള്ളൂ. ഇപ്പോൾ നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പെണ്ണുമ്പിള്ളേക്ക് എന്ത് ചെയ്യും, അയ്യോ കറുത്തതാണല്ലോ എന്ന് വെച്ചിട്ട് അത് തോണ്ടിക്കളയോ? ഇല്ലല്ലോ. ചെറിയൊരു ഉദാഹരണം ഒന്ന് പറയുന്നുള്ളൂ. അപ്പോൾ കാക്കേൻ്റെ കടൽ എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഒരു പുരുഷൻ കാലും കവച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം വെച്ച് കവച്ച് വെക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഓക്കെ, ശരിയാണ്. കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. അവർ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഋത്തിക് റോഷനെയും അല്ലെങ്കിൽ വിൽ സ്മിത്തിനെയൊക്കെ പോലെയുള്ള ഗംഭീര വിൽ സ്മിത്തിനെ ഇപ്പോൾ നമുക്ക് പറയാനും പറ്റില്ല, കാരണം അദ്ദേഹം കറുപ്പാണല്ലോ. ഓക്കെ, അപ്പോൾ വേറെന്താ അപരാധം കൊണ്ടുവച്ചത്? ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോയി പെറ്റ തള്ള സഹിക്കില്ല. ഒരേ ആർട്ട് ഫോം പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരേ മേഖലയിലുള്ള ആൾക്കാരാണ് ഇങ്ങനെ പരസ്പരം തൊഴുത്തിൽ കുത്തൊക്കെ ആയിട്ട് നിൽക്കുന്നതെന്ന് അറിയണം. അപ്പോൾ ഇവർ പറയുന്നത് മനസ്സിലായില്ലേ? കാരണം ഇത്രയേ ഉള്ളൂ, ഈ വെളുത്തവന് മാത്രം ഇത് അഭ്യസിച്ചാൽ മതി, കറുത്തവർക്കൊന്നും പറ്റിയതല്ല. ഇതൊക്കെ പണ്ടത്തെ ഏതോ ജന്മിക്ക് വഴിപോക്കിലൊക്കെ ഉണ്ടായ സാധനം തോന്നുന്നു. കാരണം അതാണ് ഈ ഒരു സമയത്തും ഇങ്ങനത്തെ അപരാധങ്ങൾ വിളിച്ച് കൊല്ലുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ന്യായീകരിക്കുന്നതാണ്. ഇത് വേറെ ഏതോ ഒരു DNA ന്യൂസോ
അങ്ങനെ അതൊരു ന്യൂസിന് വേണ്ടിയിട്ട് കൊടുത്തൊരു സാധനമായിരുന്നു. കാര്യം കൂടി ചോദിച്ചോട്ടെ, നിങ്ങൾ പറഞ്ഞ കാക്ക പെശതള്ള കടൽ സഹിക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തിൽ എവിടെയാണ് ഈ സൗന്ദര്യത്തെ പറ്റി ഇങ്ങനെ അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞു. കലാകാരൻ എന്ന നിലയിൽ കലാകാരനൊക്കെ അവിടെ കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ, കലാകാരന്മാർക്ക് ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന് വല്ല നിയമമാണ്? എന്റെ സ്വന്തം അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യം ഒരു സ്വതന്ത്ര രാജ്യമാണ്. നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട് എന്ന് വെച്ച് തന്തയില്ലാത്തരും അപരാധവും വിളിച്ചു പറയാനുള്ള ലൈസൻസ് അല്ല ഈ സ്വാതന്ത്ര്യം എന്നുള്ളത്. ഇതുപോലുള്ള സ്വയം രാജാവാണ് അല്ലെങ്കിൽ മറ്റെന്തോ വാണമാണെന്ന് വിചാരിക്കുന്ന ഈ തീട്ടങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, കാരണം ഞാൻ ഇത്രയും തരംതാണ് ഇങ്ങനെ സംസാരിക്കൽ വളരെ കുറവാണ്. കാരണം ഇത് കണ്ടപ്പോൾ ഇതിൽ കൂടുതൽ ബഹുമാനമൊന്നും അവർ അർഹിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ എനിക്ക് തോന്നിയതുപോലെ ഇവിടെ സ്വാതന്ത്ര്യം പറയുന്നൊക്കെ പറഞ്ഞു. ബാക്കി മോഹിനിയാട്ടം ചെയ്യുന്ന ഒരു കുട്ടി ആണായാലും പെണ്ണായാലും ഒരു മോഹിനിയായിരിക്കും. ഒരിക്കലും മോഹനൻ മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാവൂല്ല. ഇവരൊക്കെ ഇതെന്താണ് പഠിച്ചു വെച്ചേക്കുന്നത്? മോഹനം കളിക്കുന്നതാണ് മോഹിനിയാട്ടം. അപ്പോ മാർഗമില്ലാത്തവർ കളിക്കുന്നതായിരിക്കും ഈ തള്ളയുടെ ഇതിൽ മാർഗം കളി. കൊള്ളാം. മോഹിനിയാട്ടം എന്ന പേര് തന്നെ. അപ്പൊ ഒരു മോഹിനി ആവുമ്പോ അത്യാവശ്യം സൗന്ദര്യമൊക്കെ വേണം. ഒരു പിന്നെ ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ മോഹിനിയാകുമ്പോ കുറച്ച് സൗന്ദര്യമൊക്കെ വേണം. ഈ തള്ളക്ക് സൗന്ദര്യം ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? ഇച്ചിരി തൊയ്കൊളുപ്പാണ് സൗന്ദര്യം. ഇതെന്താ പറയാ? കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബോഡി ഷേവിങ് ചെയ്യരുത്, ഇനി ആരും ചെയ്യരുത്, അവരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് അത് വളരെ മോശമാണ് എന്നുള്ളൊരു സന്ദേശം നൽകാനാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. പക്ഷെ ഈ കള്ളക്കാപ്പൊരു തള്ള എന്ത് ഇതൊക്കെ ഈ സൈഡിൽ ഫോട്ടോ കാണാം. അവിടെ കാക്ക ചൊല്ലിപ്പറഞ്ഞ ഈ വേസ്റ്റ് ഉണ്ടല്ലോ, അതിന് ഇതിനും ഭംഗിയുണ്ടെന്ന് ഞാൻ പറയും. നിങ്ങളൊന്ന് നോക്കിയേ. കാരണം ബോഡി ഷേമിങ് നിർത്തണം അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവരണം എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. പക്ഷെ ഇതിനൊക്കെ ബോഡി ഷേമിങ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ അത് വലിയ തെറ്റായി. എന്താ സൗന്ദര്യ മത്സരത്തിന് പോകാത്ത? ഈ അപരാധിച്ച മനസ്സുകൊണ്ട് സൗന്ദര്യ മത്സരത്തിന് കയറ്റി വിടൂല. കാരണം അവിടെ വെളുപ്പിനും കറുപ്പിനും അല്ല കൂടുതൽ മുൻതൂക്കം. അവിടെ ആറ്റിറ്റ്യൂഡോട് സംസാരിക്കണം, കോൺഫിഡൻസോട് സംസാരിക്കണം, അല്ലെങ്കിൽ അവര് ഏതൊക്കെ രീതിയിലാണ് എന്ന് പലതരത്തിൽ ഇപ്പൊ കാറ്റഗറൈസ് ചെയ്തിട്ട് സൗന്ദര്യ മത്സരങ്ങൾ നടത്തുന്നുണ്ട്. അത് പ്ലസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പലതരത്തിലുള്ളത്. അപ്പോൾ ഇതൊന്നും അറിയില്ല. അപ്പോൾ കറുത്തവര് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിച്ചിടാം. അപ്പൊ അവരൊക്കെ ഈ തൊലി കറുത്തതുകൊണ്ട് പെയിന്റ് അടിച്ചിട്ടാണോ വന്ന് പങ്കെടുത്തിട്ടുള്ളത് നോക്കണം കേട്ടോ. അതുപോലെ മിസ് യൂണിവേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, മിസ് വേൾഡ് ആയിട്ടുള്ളവരുണ്ട്, ഒരുപാട് ആൾക്കാർ കറുത്ത വർഗ്ഗക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഒന്നും 7,000 പോലും വെക്കാൻ ഈ തള്ളയാൻ പറ്റൂല. അതാണ് വേറെ റീസൺ. സ്വഭാവം കൊണ്ടാണെങ്കിലും സൗന്ദര്യം കൊണ്ടാണെങ്കിലും. കാരണം കറുത്തവരൊരിക്കലും മോശമായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇവരുടെയൊക്കെ മനസ്സ് കറുപ്പാണെന്ന് പറഞ്ഞാൽ പോലും അത് വലിയൊരു തെറ്റായിരിക്കും. കാരണം ഇവരുടെ മനസ്സൊക്കെ വേറെന്താ സാധനമാണ്. അത്യാവശ്യം സൗന്ദര്യം നിറമൊക്കെ ഉണ്ട്. തീരെ കറുത്ത കുട്ടികൾക്ക് വല്ലൊരു സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഞാൻ അതാ പറഞ്ഞ കുറച്ച് ലിസ്റ്റുകൾ ഞാൻ അവിടെ ചേർക്കാൻ കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറ, സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയതാണോ അല്ലെങ്കിൽ ഇതേപോലെ അപരാധം പറഞ്ഞിട്ട് ഫസ്റ്റ് കിട്ടിയതാണോ? അപ്പോ ഇത്തരത്തിലുള്ള തള്ളകളെ നമ്മൾ നേരെയാക്കാൻ പോയിട്ട് വലിയ കാര്യമില്ല. പരമാവധി പറ്റുന്നത് അത്ര ബോഡി ഷേമിങ് ചെയ്യുക ഇതുപോലെ തന്നെ. അല്ലാതെ സമൂഹത്തിൽ കുറെ അവഗണനകൾ നേരിട്ട് വരുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിച്ച് നമ്മളവിടെ മുന്നോട്ട് കൊണ്ടുവരാം. അതിപ്പോ വെളുത്തതായാലും ശരി കറുത്തതാണെങ്കിലും ശരി. അപ്പൊ അതിൽ നിറവോ ഒന്നും ഒരു മാനദണ്ഡമല്ല. ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഈ വിദ്യാഭ്യാസം ഉള്ളവർക്കേ വിവരമുള്ളൂ. പക്ഷെ അത് രണ്ടും രണ്ടാണെന്നാണ് എനിക്ക് ഇപ്പം മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.